ഒരുപാട് നേരം കിച്ചണിലൊക്കെ നിന്ന് ജോലി ചെയ്യുമ്പം കുറച്ച് ജോലികളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ഒക്കെ കാലുവേദന അനുഭവപ്പെടുന്നുണ്ടോ? മുട്ടിന് താഴെ, അതായത് കാഫ് മസിലിൻ്റെ ഭാഗത്ത് വേദന വരിക, മസിൽ കയറുക, കടച്ചിൽ വരിക. കുറച്ച് റെസ്റ്റ് എടുത്താലൊക്കെ മാറും, പക്ഷെ ഇതൊക്കെ വീണ്ടും തിരിച്ചു വരുന്നു. നമ്മുടെ ജോലികളെ തന്നെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ അത് മുന്നോട്ട് പോകുന്നു. രാത്രി ഉറക്കം കിട്ടുന്നില്ല. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും അതിൻ്റെ എന്തുകൊണ്ട് ഇത് വരുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ ചികിത്സാ രീതികൾ എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഞാൻ ഡോക്ടർ നജ്വ, കോട്ടക് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എരഞ്ഞിപ്പാലം. നമ്മളുടെ മുട്ടിന് താഴെയുള്ള ഒരുപാട് ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഉണ്ട്. അതായത് നമ്മളുടെ പോസ്റ്റർ നേരെ നിൽക്കാനും നടക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പവർഫുൾ ഗ്രൂപ്പ് ഓഫ് മസിലാണ്. അതായത് ഗാസ്ട്രോണീമസ്, സോളിയസ് എന്നൊക്കെ പറയുന്ന മസിലുകളുണ്ട്. പ്രധാനമായിട്ടും ഈ ഒരു വേദനയ്ക്ക് കാരണം മസിൽ സ്ട്രെയിൻ തന്നെയാണ്. അതായത് കുറേ നേരം നിൽക്കുമ്പോൾ ആ ഭാഗത്തേക്കുള്ള മസിൽ കണ്ടിന്യൂസ് ആയിട്ട് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ട്രെയിൻ കാരണം അതിലുള്ള ഓക്സിജൻ റിക്വയർമെൻറ്റ് കൂടുന്നു. മര്യാദക്കുള്ള ടോക്സിക് മെറ്റബോളൈറ്റ്സ് ഒന്നും മുകളിലോട്ടേക്ക് പോയിട്ട് അത് ക്ലിയർ ആവുന്നില്ല. ഇത്തരത്തിലുള്ള കാരണം ഉണ്ടാകുന്നതാണ് മസിൽ സ്ട്രെയിൻ അല്ലെങ്കിൽ മയോഫേഷ്യൽ പെയിൻ എന്ന് പറയും. ഇത് പോസ്റ്ററോണ്ട് വരുന്നതാണ്, അതായത് നിന്നിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് വരുന്നതാണ്. പിന്നെ ചില ആൾക്കാരൊക്കെ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ പറയാറുണ്ട് കാഫ് മസിലിൻ്റെ പെയിൻ ഉണ്ടായിരുന്നു. അതായത് പ്രോപ്പറായിട്ട് വാമപ്പ് ചെയ്യാതെ ഈ ട്രെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാം ഡൗൺ ചെയ്യാതെ റൂട്ടീനായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും ഈ തരത്തിലുള്ള വേദനകൾ വരും. പിന്നെ രണ്ടാമത്തെ കാരണമാണ് ശരീരത്തിലുള്ള ജലാംശം കുറയുമ്പോൾ, അതായത് ഡീഹൈഡ്രേഷൻ. രക്തത്തിൽ അത്യാവശ്യം ഒരു ഡെൻസിറ്റി വേണം, അതായത് രക്തത്തിൻ്റെ ഡെൻസിറ്റി വേണം. അതിൻ്റെ ആ മസിലിലേക്ക് പോകണമെങ്കിലും അതിൻ്റെ അത്യാവശ്യം സർക്കുലേഷനൊക്കെ നടക്കണമെങ്കിലും അത്യാവശ്യം നല്ല വെള്ളം വേണം. അതുപോലെ മെഗ്നീഷ്യം ഡെഫിഷ്യൻസി, കാൽഷ്യം ഡെഫിഷ്യൻസി, സ്മോക്കിംഗ് ഉള്ള ആൾക്കാർക്ക്, ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ കാലിലേക്കുള്ള രക്തോട്ടം കുറവായിരിക്കാം. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ വേദന വരാം. ഇനി മൂന്നാമത്തെ കാരണമാണ് വെരിക്കോസ് വെയിൻസ്. അതായത് നമ്മുടെ കാലിലേക്കുള്ള അശുദ്ധ രക്തം മേലോട്ടേക്ക് പമ്പ് ചെയ്ത് പോകുന്നില്ല, അത് അവിടെ കെട്ടിക്കിടക്കുന്നു. അശുദ്ധ രക്തം അവിടെ കെട്ടിക്കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ടോക്സിക് മെറ്റബോളൈറ്റ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ തരത്തിലുള്ള ഒരു കടച്ചിൽ, സ്ട്രെയിൻ, ഒരു ബുദ്ധിമുട്ടൊക്കെ അവർക്ക് അനുഭവപ്പെടാം. അതായത് കൂടുതൽ വെരിക്കോസ് വെയിൻസിൻ്റെ കാരണം ഉണ്ടാകുന്ന അൾസേഴ്സ് ഉണ്ടെങ്കിലും അതും ഒരു വേദനാജനകമായ ഒരു കാര്യമാണ്. ഇനി നാലാമത്തെ കാരണമാണ് ന്യൂറോജനിക് ക്ലോട്ടിക്കേഷൻ. അതായത് നട്ടിലിൻ്റെ പ്രശ്നം കാരണം കാലിലേക്ക് പെയിൻ വരുന്നുണ്ട്. അവർക്ക് എന്താ വെച്ചാൽ നടുവിനാണ് പ്രശ്നം. നട്ടിൽ ഒന്നെങ്കിൽ ഡിസ്ക് ഹെർണിയേഷൻ ആയിരിക്കാം, ഡിസ്ക് ബൾജ് ആയിരിക്കാം, കാലിലേക്കുള്ള ഞരമ്പ് അവിടെ ബ്ലോക്ക് ആയിട്ടുണ്ടാവാം. അപ്പോൾ ആ ഞരമ്പ് കാരണം കാലിലേക്കുള്ള മസിലിന് സ്ട്രെയിൻ വരുന്നു. അതും ഒരു സെക്കൻഡറി മയോഫേഷ്യൽ പെയിൻ തന്നെയാണ് പറയുന്നത്. നടുവിന് ചികിത്സിച്ച് കഴിഞ്ഞാൽ ഈ വേദന കുറയും. ഇനി അഞ്ചാമത്തെ റീസണാണ് വാസ്കുലാർ ക്ലോട്ടിക്കേഷൻ. അതായത് നമ്മളുടെ കാലിലേക്കുള്ള ശുദ്ധരക്തം, അതായത് രക്തം കൊണ്ടുപോകുന്ന പ്രധാന ധമനികളുണ്ട്, അത് അവിടെ എന്തെങ്കിലും ബ്ലോക്ക് വരിക, എത്തറോസ്ക്ലെറോസിസ് വരിക, ആ ഭാഗത്തേക്കുള്ള ബ്ലോക്ക് വന്നിട്ട് ചുറ്റുമുള്ള മസിലിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞു പോവുക. ഇതൊക്കെയാണ് ഈ വേദന വരാനുള്ള പ്രധാനപ്പെട്ട 5 കാരണങ്ങൾ. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് അതിൻ്റെ കാരണം എന്നനുസരിച്ചാണ് ഇത് വരുന്നത്. ഫസ്റ്റ് കോസ് ഞാൻ പറഞ്ഞു മസിൽ സ്പാസം, അതായത് മസിലിൻ്റെ സ്ട്രെയിൻ കൊണ്ടുവരുന്നത്. മസിലിൻ്റെ സ്പാസം ആണെങ്കിൽ ആ മസിലിന് റെസ്റ്റ് കൊടുക്കണം. അത്യാവശ്യം നല്ല സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യണം. ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരാണ്, ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യേണ്ട ആൾക്കാരെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് കാല് നീട്ടി വെച്ചിട്ട് കാല് മേലോട്ടേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്താൽ തന്നെ അത് നല്ലൊരു റിലാക്സിങ് ടെക്നിക്സ് ആണ്. പിന്നെ എന്തെങ്കിലും മസിൽ കയറിയ ഉടനെ തന്നെ നമുക്ക് അവിടെ ഐസ് പാക്കാണ് വെക്കേണ്ടത്. മസിൽ കയറുന്ന സിംറ്റംസും കുറഞ്ഞു കിട്ടും, ആ ഭാഗത്തേക്കുള്ള നീർക്കെട്ടും കുറഞ്ഞു വരും. പിന്നെ വെള്ളം കൂടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ 2 ലിറ്ററോളം വെള്ളം തന്നെ, മറ്റുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു അഡൾട്ട് കുടിക്കേണ്ടതായിട്ടുള്ള അളവാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ വെള്ളം കൂടി നിർബന്ധമാക്കി വെക്കുക. സ്മോക്കിംഗ് ഹാബിറ്റ്സോ അല്ലെങ്കിൽ ആൽക്കഹോൾ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായും സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ ഈ ഒരു ലക്ഷണങ്ങൾ കുറഞ്ഞു വരികയുള്ളൂ. പിന്നെ വരുന്നതാണ് എന്തെങ്കിലും കാൽഷ്യം, മെഗ്നീഷ്യം പോലത്തെ ഡെഫിഷ്യൻസീസ്, വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിലും മസിലിൻ്റെ ക്രാംസ് ആയിട്ട് അനുഭവപ്പെടും. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ന്യൂറോജനിക് ക്ലോട്ടിക്കേഷൻ, അതായത് നട്ടലിൻ്റെ പ്രശ്നം കാരണം കാലിലേക്ക് വരുന്ന വേദന. അതാണെങ്കിൽ നടുവിനെ ചികിത്സിച്ചാൽ മാത്രമേ കാലിലേക്കുള്ള വേദന കുറയുള്ളൂ. നടുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് MRI അല്ലെങ്കിൽ ഒരു പെയിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ്മെൻറ്റ്, ഇഞ്ചെക്ഷൻസ് ആണെങ്കിൽ അത് ഫിസിയോതെറാപ്പി, അങ്ങനെ ഒരുപാട് മൊഡാലിറ്റീസ് ഉണ്ട്. അതിന് ട്രീറ്റ് ചെയ്തിട്ട് വേണം കാലിലുള്ള ചികിത്സ ശരിയാവുകയുള്ളൂ. പിന്നെയാണ് കാലിലേക്കുള്ള രക്തോട്ടം കുറയുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ രക്തോട്ടം കുറയുമ്പോഴുള്ള ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു. കാലിലേക്കുള്ള ഒരു ബ്ലാക്കിഷ് ആവും, കാലിലേക്കുള്ള രക്തോട്ടം കുറയുമ്പോൾ തണുപ്പ് അനുഭവപ്പെടും, ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോപ്ലർ ടെസ്റ്റ് ഉണ്ട്, കാലിലേക്ക് രക്തോട്ടം പ്രോപ്പറായി നടക്കുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റുകളുണ്ട്. അത് ചെയ്തതിന് ശേഷം ആൻജിയോഗ്രാം ചെയ്യേണ്ടതായിട്ടുണ്ട്. എവിടെയാണ് ബ്ലോക്ക് എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സർജറി ആണെങ്കിൽ അങ്ങനെ. അതൊരു വാസ്കുലർ സർജൻ തീരുമാനിക്കും എന്താണ് ചെയ്യേണ്ടതായിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്.
അതിൻ്റെ ഓരോന്നിനും ചികിത്സ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് വേണം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകാൻ. അപ്പോൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് വേണം അത് ട്രീറ്റ് ചെയ്യാൻ. അതല്ലാതെ ഒരു വേഗമായിട്ടുള്ള സിംറ്റംസ് മാത്രമേ ഉള്ളൂ, കുറച്ച് നേരം നിൽക്കുമ്പോൾ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, അത് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഒക്കെ മാറുന്നുണ്ട്, പക്ഷേ കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മസിൽ റിലാക്സ് ചെയ്യാനുള്ള ഡ്രൈ നീഡ്ലിംഗ് ടെക്നിക്സും ഉണ്ട്. അതായത് അൾട്രാസൗണ്ട് സഹായത്തോടു കൂടി ഈ മസിൽസിനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് നാര് പോലത്തെ നീഡിൽ അവിടെ പ്ലേസ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ അവിടെ വെക്കുന്നു. അപ്പോൾ ആ മസിൽസൊക്കെ ഒരു നോർമൽ സ്റ്റേജിലേക്ക് വന്ന് റിലാക്സ്ഡ് സ്റ്റേജിലേക്ക് വന്നിട്ട് പിന്നെ സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വേദന മാറുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. വേദന സംബന്ധമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.